നമുക്കിനി കോണിക് സെക്ഷൻസിൽ എലിപ്സ് എങ്ങനെ വരയ്ക്കണം എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എലിപ്സ് വരയ്ക്കാൻ നമുക്ക് കുറേ 2-3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡിൽ എന്ന് പറയുമ്പോൾ മേജർ ആൻഡ് മൈനർ ആക്സിസ് നമുക്ക് തരും. ഓക്കെ, ഇതിൽ മേജർ ആക്സിസ് 120 mm, മൈനർ ആക്സിസ് 80 mm തന്നിട്ടുണ്ട്. നമുക്കത് രണ്ട് മെത്തേഡ്സ് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് വരച്ച് നോക്കാം. ഫസ്റ്റ് വൺ റെക്ടാങ്കിൾ മെത്തഡും സെക്കൻഡ് വൺ കോൺസെൻട്രിക് സർക്കിൾസ് മെത്തഡും വെച്ചിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് റെക്ടാങ്കിൾ മെത്തഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതറിയാമല്ലോ 120 mm അല്ലേ, മൈനർ ആക്സിസ് 80 mm. നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. ഫസ്റ്റ് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, അതായത് 120 mm 80 mm വെച്ചിട്ട് ഒരു റെക്ടാങ്കിൾ വരച്ചു നമുക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാഫ് എടുക്കണം. ഓക്കെ, ഇതിൻ്റെ ഹാഫ് എടുക്കാൻ വേണ്ടിയിട്ട് 40 mm ഹാഫ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാഫ് എടുക്കണം. ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. ഓക്കെ, വരച്ചിട്ട് ഇനിയിപ്പം ഈ 4 റെക്ടാങ്കിൾ ബോക്സ് ഉണ്ട്. ഓക്കെ, ഈ 4 റെക്ടാങ്കിൾ ബോക്സിലും നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പം ഈ ഒരു ലൈൻ ഇപ്പം വരച്ച് ഈ ഹൈലൈറ്റ് ചെയ്യാം. ഈ ലൈൻ, ഈ ഓറഞ്ച് കളറിൽ കാണിക്കുന്ന ഈ ലൈൻ, ദെൻ ഈ ലൈൻ. ഓക്കെ, ഈ രണ്ട് ലൈൻസാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 3 പോയിന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. ഓക്കെ, കണ്ടോ, ഇത് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ഈ ലൈനിനെ. നാല് പാർട്ടായിട്ട്. അതേപോലെ തന്നെ ഈ ലൈനെ ഡിവൈഡ് ചെയ്യണം, അതിനെയും സെയിം 4 പാർട്ടായിട്ട്, 4 ഈക്വൽ പാർട്ടായിട്ട്. നമ്പർ ഓഫ് പാർട്സ് മാത്രം നോക്കി നമ്മൾ ശ്രദ്ധിക്കണം, 4 പാർട്ടാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അപ്പോൾ ഇതെല്ലാം ഈക്വൽ ആണല്ലോ, ഈ കിടക്കുന്ന ഈ എല്ലാ ലൈൻസും ഈക്വൽ ആണ്. ഇപ്പോൾ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് ഒരു ലൈൻ കൊടുക്കാം. ഇവിടെ ഈ ലൈൻ കൊടുത്തു, ഈ ലൈനിനെ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യണം. നാല് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാ സൈഡ്സിലും നമുക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിനെയും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് നമ്പേഴ്സ് മാർക്ക് ചെയ്യണം. നമ്പേഴ്സ് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1, ഇത് 2, ഇത് 3. അതേപോലെ തന്നെ ഇവിടെ ഇത് 1 അല്ല, അടുത്തുണ്ടായിരിക്കണം. 1, 2, 3. ഇത് 1', 2', 3'. അതേപോലെ തന്നെ ഇവിടെ 1, 2, 3. ഇത് 1', 2', 3'. ഓക്കെ, ഈ ലൈൻ ഡിവൈഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല ശരിക്കും, അത് പിന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ഈ പോയിന്റ് മൈനർ ആക്സിലെ മേളത്തെ പോയിന്റ്, അതെന്തെങ്കിലും ഒരു പേര് കൊടുത്ത് പി, ഇത് പിയും ഇത് ക്യൂ ആയിട്ട് കൊടുത്തോ. ഓക്കെ, ഇനിയിപ്പോൾ ഈ പോയിന്റില്ല, ഈ 1, 2, 3 ആയിട്ട് ജോയിൻ ചെയ്യണം.
ജോയിൻ ചെയ്ത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ 1 2 3 ആയിട്ട് ഈ ക്യൂവും ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ പിയും ക്യൂവും ഇവിടുത്തെ ഈ 1 2 3 ആയിട്ട് ജോയിൻ ചെയ്തു. നെക്സ്റ്റ് ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ 1, Q1 ഇത് 2 ഇത് 3 അല്ലേ. അപ്പോൾ ജോയിൻ Q1 അതിലേക്കൂടെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ആ പോയിന്റാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്തത് ക്യൂവും ത്രൂ 2ൻ്റെ അകത്തൂടെ അത് അങ്ങ് വരെ പോകും. പക്ഷേ നമുക്കത് വേണ്ട, 2ൽ കിട്ടുന്ന പോയിന്റ് മാത്രം നമുക്ക് മതി, ഇവിടം വരെയുള്ള. ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തരാം. 1ൻ്റെ അകത്തൂടെ ഈ പോയിന്റ് വരെ മതി നമുക്ക്, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് ക്യൂവും 3യും ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നവരെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ 3 പോയിന്റ്സും ചെയ്തു. ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ ഈ പിയും ഈ 1 2 3 ആയിട്ട് ജോയിൻ ചെയ്യും. P1 ഒന്നിൽ കൂടെ പാസ് ചെയ്യണം, കണ്ടോ. ഓക്കെ, ഒന്നിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ P2ൻ്റെ അകത്തൂടെ പാസ് ചെയ്യുമ്പം അവിടെ സർക്കിളാണ്. ഓക്കെ, 2ൻ്റെ അകത്തൂടെ പാസ് ചെയ്തു. ഓക്കെ, ഈ ലൈൻ പാസ് ചെയ്തിട്ടില്ല ശരിക്കും, നമുക്ക് റീഡ്രോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പാസ് ചെയ്തു, ആ സർക്കിൾ കാണിക്കുമ്പോൾ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പിയും ഇവിടെ. ഓക്കെ, ഈ ലൈൻ 1ൽ തന്നെ നിർത്തിയിട്ടുണ്ട്, നമുക്ക് 2ൽ പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ലൈൻസ് എല്ലാം വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കർവ് വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്യാം. ഇവിടെ നിന്നിട്ടാണ് തുടങ്ങുന്നത്. ഇത് മൈനർ ആക്സിലെ ഒരു പോയിൻ്റാണ്. മൈനർ ആക്സിസ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് ആൻഡ് ഇൻ മേജർ ആക്സിസ്. അടുത്ത ഈ പോയിന്റും നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ഇത്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ട് നമുക്ക് ഹാഫ് ഓഫ് ദി എലിപ്സ് നമുക്ക് കിട്ടി. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഇവിടെ അഡാപ്റ്റ് ചെയ്യണം. സെയിം പ്രൊസീജിയർ, ഇവിടെ പറഞ്ഞ ഇതേ സെയിം പ്രൊസീജിയർ. അതായത് ഇവിടെ നിന്ന് ഇത് 1 ആണ്, ഒരു മിനിറ്റ്, അതിന് മുന്നേ നമുക്ക് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യാം. 1 ജോയിൻ ചെയ്തു, 2 ജോയിൻ ചെയ്യണം, 2 ജോയിൻ ചെയ്തു, 3 ജോയിൻ ചെയ്തു. ഓക്കെ, ഇതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് 1 ജോയിൻ ചെയ്തു, 2 ജോയിൻ ചെയ്തു, 3 ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി എഗെയിൻ ഇവിടെ തൊട്ട് ഈ പോയിന്റും ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി. ഇനി നെക്സ്റ്റ് Q2 ഓക്കെ.
സെക്കൻഡ് പോയിന്റ് കിട്ടി. തേർഡ് പോയിന്റ്, കിട്ടി. ഇനി ഇതുപോലെ തന്നെ മേളിൽ നിന്ന് നമുക്ക് പോയിന്റ് പിയിൽ നിന്ന് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് കിട്ടി. അതും ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെയും എല്ലാ പോയിന്റ്സും കിട്ടി. എഗെയിൻ റിമൈനിങ് ഹാഫ് നമുക്ക് ഒരു സ്മൂത്ത് കർവ് ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്യണം. ഉള്ളൂ. കൂടുതൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഗ്രീനും ഇതും കൂടെ കാണുന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള. ഓക്കെ.